ചില ആളുകൾക്കൊക്കെ ഒരു വിമ്മിഷ്ടം. വെറുതെ പറയാനിട്ടോ, തൊഴിയൂര് വെറുതെ പറയാ. പൊന്നാര മക്കളെ, ദുബൈ എന്ന് പറഞ്ഞാല് ആഖിറത്തിലൊന്നല്ലല്ലോ. നിങ്ങളെ ആൾക്കാരവിടല്ലേ? ഒന്ന് അന്വേഷിച്ച് നോക്കി. ഒരാഴ്ച ആയിട്ട് നിങ്ങളെ ദുബൈയിലെ ആസ്ഥാന മന്ദിരം സഡൻലി ഒരു ലീവ് കൊടുത്തല്ലോ. പെട്ടെന്നൊരു അവിചാരിതമായ ലീവ്. എന്താ അവിചാരിതമായൊരു ലീവ് കൊടുക്കൽ? പെട്ടെന്നൊരു അവധി പ്രഖ്യാപിച്ചു. എന്താ പ്രശ്നം? നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. എന്താ? ഉള്ളിൽ നടക്കുന്ന കളികളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെട്ടു. പൂട്ടിക്കൊള്ളണം. അപ്പൊ വരെ പുതിയൊരു ഉടായ്പുണ്ടല്ലോ, വിശദീകരണം ഞങ്ങൾ തരാം. അപ്പൊ പറഞ്ഞു വിശദീകരണം എന്നോളം പൂട്ടിയിട്ട് വിശദീകരിച്ചാൽ മതി, തുറന്നിട്ടിട്ട് വിശദീകരിക്കണ്ട. ഒരു നിലക്കും നടക്കൂല. ഇടപെടേണ്ട ആളുകൾ ഇടപെട്ടു നോക്കി. പിന്നെ ഇവിടെ മനുഷ്യർക്കൊപ്പം അങ്ങനെ നീങ്ങല്ലേ. ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ മുഖമൊക്കെ കണ്ടില്ലേ? ഒരു സുഖല്ലല്ലോ, ഒരു തെളിച്ചല്ലല്ലോ. കാരണം എന്താ? അവിടെ മൂപ്പര നേതൃത്വത്തിൽ പോയിട്ട് വേറൊരാളെ സ്ഥാപനം പൂട്ടിച്ചു പോന്ന ഊക്കിനിങ്ങനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഉള്ളത് നമ്മുടെ ദുബായ് മർക്കസിന്റെ മുന്നിലാണ്. മർക്കസിനെ കുറിച്ചൊരു വ്യാജ പ്രചരണം ഇങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു പ്രഭാഷണവും ശ്രദ്ധിക്കുകയുണ്ടായി. ഇപ്പൊ മർക്കസ്, ഇപ്പോ സമയം 6:30, 5-ാം തീയതി ജനുവരി 5. ഇതാ മർക്കസിന്റെ ഓഫീസിലേക്കാണ് നമ്മൾ കയറുന്നത്. മർക്കസ് മദ്രസ വിടാൻ സമയമായി. ഉസ്താദുമാർ, ഓഫീസ് സ്റ്റാഫ് കൂടെ ഉണ്ട്. നിസാമുദ്ദീൻ നൂറാനി ഉസ്താദ്, ഉബൈദ് സഖാഫി ഉസ്താദ്. സ്വലാത്ത് കഴിഞ്ഞു. അപ്പൊ ഇനി കുട്ടികൾ ഉസ്താദുമാര് വരാണ്. ഇതാ വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നു മർക്കസില്. മാഷാ അല്ലാഹ്. ചില കേന്ദ്രങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മർക്കസ് പൂട്ടിയെന്നൊക്കെ. മർക്കസിലെ വിദ്യാർത്ഥികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുബായ് മർക്കസ് പൂട്ടി എന്നുള്ള രൂപത്തിലുള്ള ഒരു കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, മർക്കസ് പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ്. ഇന്നലെ
ഞാൻ ആലോചിക്കുന്നത് ഇവനെ പോലൊരു മൊയ്ന്ത് വേറെ ലോകത്തുണ്ടോ എന്നുള്ളതാണ്. ഇത്രത്തോളം ഇളിഭനായ ഒരു മനുഷ്യൻ പ്രസംഗം തുടങ്ങുമ്പോൾ പറയാണ്, ഇതാ നിങ്ങളുടെ ആസ്ഥാന മന്ദിരം പൂട്ടിയിരിക്കുന്നു, ഞങ്ങളിതാ പൂട്ടിച്ചിരിക്കുന്നു, അവിടെ തുടർന്ന് പ്രവർത്തിക്കാൻ അവിടെ അനുവദിക്കുന്നില്ല, അവിടെ അതിനുള്ള പൂട്ടാനുള്ള കാരണം പറഞ്ഞതൊന്നുമല്ല, കാരണം അവിടെ അത് നടക്കുന്നു ഇത് നടക്കുന്നു. ഈ പ്രസംഗം പറയുന്നതിന് വേണ്ടി 2 ദിവസമായിട്ട് ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അവിടെ ഞാൻ നിങ്ങളുടെ ആസ്ഥാന മന്ദിരത്തെ കുറിച്ച് നാളെ പറയും മറ്റന്നാളെ പറയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ അത് പറഞ്ഞു. എന്താണ്? ദുബായ് ആസ്ഥാന മന്ദിരം അതാ പൂട്ടിയിരിക്കുന്നു. ഇത് പറയാൻ നിർദ്ദേശം കൊടുത്ത ആരാ? നിങ്ങൾ ചിന്തിക്കണം. കോമാണ്ടിയാണ് നിർദ്ദേശം കൊടുക്കുക, സുലൈമാന്റെയാണ് നിർദ്ദേശം കൊടുക്കുക. അവരാണല്ലോ ഇപ്പൊ ലോകം നിയന്ത്രിക്കുന്നത്. അപ്പൊ അവരുടെ നിർദ്ദേശം എന്താണ്? അത് പൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സുലൈമാന്റെയും കോമാണ്ടിന്റെയും കയ്യിലുള്ള വിവരം. ഈ ലോകത്ത് നടക്കുന്ന തുഴ്ത്തിൽ മുൽക്കമൻ തഷാ, ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം ഒരു മൊബൈൽ കൊടുക്കുന്നത് പോലെ കൊടുക്കപ്പെട്ട 2 സാധനങ്ങളാണ്. ഒന്ന് കോമാണ്ടിയും സുലൈമാന്റെയും. എന്ത് നടക്കുന്നു എന്നുള്ള അപ്പപ്പ വിവരം കിട്ടും, അല്ലേ? സ്വന്തം നിലക്ക് കിട്ടും, ഹക്കീക്കിയായി കിട്ടും. അതാ വട്ടൂരികളുടെ വിശ്വാസം. ആ കുഫ്രിയത്തിന്റെ അപ്പോസ്തലന്മാരായ കോമാടനും സുലൈമാന്റെയും നിർദ്ദേശം കൊടുത്ത എന്താ? ഈ ഹംഖിന് അത് പൂട്ടിയിട്ടുണ്ട് എന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാ. ഇത് കേട്ടപ്പോ നമ്മൾ വെറുതെ ഒന്ന് ഡ്യൂട്ടിക്കിടയിൽ അന്വേഷിച്ചു, ദുബായ് മർക്കസിലുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു നോക്കുമ്പോൾ അവിടെ സാധാരണത്തെ പോലെ കുട്ടികൾ മദ്രസയിൽ വരികയും പോവുകയും അവിടുത്തെ അനുബന്ധ സ്ഥാപനങ്ങളും ഓഫീസ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകുന്നു. ഇത് ലൈവായിട്ട് നമുക്ക് അവിടുന്ന് ഒരാൾ വിട്ടു വന്നപ്പോ നമ്മളിത് പുറത്തു വിട്ടതോടുകൂടി ഇരിക്കപ്പുറതിയില്ല, ഹാലളകി. പിശാചി സേവാ സംഘം PSSന്റെ അപ്പോസ്തലനായ സുലൈമാന്റെയും കോമാണ്ടിന്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഉണ്ടെങ്കിലല്ലേ നഷ്ടപ്പെടാന്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും കൽബകം എന്നോവർ, അത് മുഹീദ്ദീൻ ഷെയ്ഖ്. പക്ഷേ ഈ കോമാടനെ സ്വന്തം അണികള് സ്വർണം കക്കുന്നത് പോലും അറിയാൻ കഴിവില്ലാത്ത ആളാണ്. പിന്നെ എങ്ങനെയാടാ ഓൻ ദുബായിൽ അവിടെ സ്ഥാപനത്തിനെ കുറിച്ച് അറിയുന്നത്? ഓന്റെ നിർദ്ദേശത്തിലാണ് ദുബൈയിൽ സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ് എന്ന് പ്രസംഗിച്ചത്. പ്രസംഗം തുടങ്ങുമ്പോൾ അങ്ങനെ പറഞ്ഞത്. എന്നാൽ അതേ ആളെ കൊണ്ട് അത് പൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളെ കൊണ്ട് തന്നെ അത് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആ പ്രസംഗത്തിന്റെ അവസാനം പറയിപ്പിച്ച ഞങ്ങളുടെ മശായിഖന്മാർ, അവരുടെ മശായിഖന്മാര് കേട്ടോ. അല്ലാതെ അന്നെ അതിന് നിർദ്ദേശം തന്ന് വിട്ടല്ലോ, അത് പൂട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി നിർദ്ദേശം തന്ന് വിട്ട സുലൈമാന്റി കോമാണ്ടി ഉണ്ടല്ലോ, അവരെവിടെ കിടക്കുന്നു? ഞങ്ങളുടെ മശായിഖന്മാരെവിടെ കിടക്കുന്നു? അത് പൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ നിന്റെ അതേ നാവ് കൊണ്ട് അതേ സ്റ്റേജിൽ അതേ പോഡിയത്തിൽ അതേ മൈക്കിലൂടെ നീ വിളിച്ചു പറഞ്ഞു ആ സ്ഥാപനം ഇന്ന് അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അതാണ് പവർ. അതാണ് അള്ളാഹുവിന്റെ മദതുള്ള, ഔലിയാക്കളുടെ മദതുള്ള, മശായിഖന്മാരുടെ മദതുള്ള, ഞങ്ങളുടെ ഉസ്താദുമാരുടെ കറാമത്ത് എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ എന്റെ സുലൈമാന്റി കോമാണ്ടി അല്ല കേട്ടോ. ഇത് ഇത്രത്തോളം ഇളിഭ്യനായ ഒരു മനുഷ്യൻ. ഒന്നില്ലെങ്കിൽ നാണം വേണം വട്ടൂരികളെ, അതില്ലെങ്കിൽ മാനം വേണം. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റേ കാപ്പാടി നിങ്ങളുടെ മൂത്ര ഫൈസൽ ഉണ്ടല്ലോ, അവൻ തന്നെ പറഞ്ഞല്ലേ നിങ്ങളുടെ ഷെയ്ഖിന്റെ മൂത്രം അത് പവിത്രമാണ് എന്ന്. ആ മൂത്രത്തിലെങ്കിലും ഒന്ന് കുളിച്ചൂടെ നിങ്ങൾക്ക് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്.